ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നല്ല എലഗൻ ലുക്കിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്ക് വരുന്നത് clouddesigns.com. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരിയുടെ കളർ വരുന്നത് പേൾ ക്രീം ആണ്. നല്ലൊരു ഐവറി ക്രീമും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു മൾട്ടി കളർ പാരറ്റിൽ നല്ലൊരു സോഫ്റ്റ് കളർ പാരറ്റിൽ ത്രെഡ് എംബ്രോയിഡറി ആണ് സാരി വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ചന്തേരി സിൽക്കാണ്, പ്യുവർ ചന്തേരി സിൽക്കാണ്, സോഫ്റ്റ് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതിൽ ഈ ഒരു ലുക്കിലായിരിക്കും കേട്ടോ. ഫുൾ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്കിലുള്ള മോട്ടീവ്സ് ആണ് എൻ്റയർ സാരിയുടെ ബോഡിയിലും വരിക. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. നല്ലൊരു സോഫ്റ്റ് കളർ പാരറ്റിലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ നല്ലൊരു ബേബി പിങ്ക്, പീച്ച്, ഗ്രീൻ ആ ഒരു ടോണിൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ നല്ല പാറ്റേണിൽ ത്രെഡ് വുമൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി സിമ്പിൾ പല്ലു. എൻ്റയർ സാരിയും ഈ ഒരു സ്റ്റൈലിൽ വരുന്നതുകൊണ്ട് തന്നെ പല്ലു വരുന്നത് ഗോൾഡൻ സെറിയിലുള്ള തിൻ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു മാംഗോ യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഒരു ഹൽദി യെല്ലോ, മാംഗോ യെല്ലോ ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഫുൾ സാരിയിലും ആ ഒരു സിൽവർ ആൻഡ് ബേബി പിങ്ക് ആ ഒരു ടോണിലുള്ള ജെറി വുവൺ മോട്ടീവ്സ് ആണ് വരുന്നത്. എംബ്രോയിഡറി വർക്കിലുള്ള പാറ്റേൺസ് ആയിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലാട്ടോ. സിൽവർ ജെറിയിലുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സും ഒരു പൗഡർ ബ്ലൂ, ബേബി പിങ്ക് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. നല്ല പാറ്റേണിലാണ് ലോവർ ബോർഡർ വരിക സാരി. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. അത് കഴിഞ്ഞ ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സാരിയുടെ ഫാബ്രിക്. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. കണ്ടോ, വളരെ തിൻ ഫാബ്രിക് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നമുക്കൊരു ഹൽദി പോലുള്ള ഫംഗ്ഷൻ എല്ലാം വളരെ ആപ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ഫുൾ വർക്കിൽ തന്നെ വരുന്നത്. ബ്ലൗസിൽ വരുമ്പോൾ സെൽഫ് കളറിലായിരിക്കും ആ ഒരു വർക്ക് വരിക. സ്ലീവിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വന്നിട്ട് ആ ഒരു നെക്ക് പോർഷനും ഫുൾ വർക്കിലായിരിക്കും വരിക. കണ്ടോ, ഈ ഒരു നെക്കിനും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അത് ബാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതല്ല ഫ്രണ്ട് പോർഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു സ്ലീവിലും ഫുൾ ആ ഒരു സെൽഫ് ടോണിൽ തന്നെ ആ ഒരു മാംഗോ യെല്ലോയിൽ തന്നെയായിരിക്കും ബ്ലൗസിൽ വർക്ക് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. നല്ല സോഫ്റ്റ് കളർ പാലറ്റിലാട്ടോ സാരി വരുന്നത്. ഒരു പേസ്റ്റൽ പീച്ചാണ്, ഒരു പിങ്ക് ടിൻറ്റഡ് പീച്ചാണ്. ബേബി പിങ്ക് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് സാരി. ഇതിലും ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു സിൽവർ ജെറിയിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡർ ഇല്ല, അപ്പൊ ബോർഡർ ഇല്ലാതെ ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ലോവർ ഏരിയ വരുന്നത് കംപ്ലീറ്റ് ആ ഒരു ജെറി വുവൺ സ്റ്റൈലിൽ തന്നെയാണ്. ബാപ്റ്റിസത്തിനെല്ലാം നല്ലൊരു ഓപ്ഷൻ ആട്ടോ. സോഫ്റ്റ് കളേഴ്സിൽ നമുക്ക് ഒരേപോലെ നമുക്ക് അമ്മമാർക്കെല്ലാം ഡ്രേപ്പ് ചെയ്യാൻ നല്ലൊരു പാറ്റേൺ ആണ്. വളരെ ലൈറ്റ് വെയിറ്റും ആണ്. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. സെയിം ടൈം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുമാണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നുണ്ട്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടു കേട്ടോ. പ്ലീറ്റ്സിന്റെ പോർഷനിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും പ്ലീറ്റ്സിൽ വരുമ്പോൾ. അത് കഴിഞ്ഞുള്ള ഏരിയ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. മുന്താണി സെയിം സ്റ്റൈൽ തന്നെ ഇതായിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് അതേ വർക്കിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ പീച്ചിൽ തന്നെയായിരിക്കും ആ ഒരു നെക്കിലും സ്ലീവിലും ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഇനി വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു എമറാൾഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് കളറിൽ തന്നെ ഒരു ടീൽ ഗ്രീൻ, സിൽവർ, ബേബി പിങ്ക് ആ ഒരു ടോണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസിലും വർക്ക് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും സാരിയുടെ ബോർഡറും വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. നല്ലൊരു റയർ ഗ്രീൻ, നല്ലൊരു എമറാൾഡ് ഗ്രീനിലാണ് സാരിയുടെ ഷെയ്ഡ് വിത്ത് ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ സെൽഫ് കളറിലായിരിക്കും വർക്ക് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ഫ്യൂഷ്യ മെജന്തയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. റാണി പിങ്കും ഫ്യൂഷ്യ മെജന്തയും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാട്ടോ സാരി വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ ആ ഒരു ത്രെഡ് വീവ് ഡിസൈൻസിന്റെ കോമ്പിനേഷൻസ് മാറും. ഇതിൽ വരുമ്പോൾ നല്ലൊരു ലാവൻഡർ ആണ്. ലാവൻഡർ, ബേബി പിങ്ക് ആ ഒരു സിൽവർ ആ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരിക. കാന്ത വർക്ക് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡി വരുന്നത്. സെയിം ടോണിൽ തന്നെ റാണി പിങ്കിൽ തന്നെയായിരിക്കും ആ ഒരു വുമൺ പാറ്റേണിൽ റണ്ണിങ് ബ്ലൗസ്. പിങ്കിൽ വരുന്നുണ്ട് കേട്ടോ, ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നുണ്ട്. അടുത്ത കളർ ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിലാണ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ മഴയുടെ കുറച്ചൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഫുൾ സാരിയും അതേ സിൽവർ ആൻഡ് ബേബി പിങ്ക്, ലാവൻഡർ, പൗഡർ ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ.
സാരിയുടെ ഫാബ്രിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. കണ്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് 1 ലെയറിൽ യൂസ് ചെയ്യാം. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. സെയിം സ്റ്റൈൽ മുന്താണി, ഫുൾ ത്രെഡ് വുമൺ പാറ്റേണിൽ നെക്കിലും സ്ലീവിലും ആയിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ ആ ഒരു വർക്ക് വരുന്നത്. വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് വരുന്നത് കേട്ടോ. ഇതൊരു ലാവൻഡർ പിങ്ക് ആണ്, ഒരു ടിൻറ്റഡ് ലാവൻഡർ കൂടിയുണ്ട്, ബേബി പിങ്കും ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സിൽവർ ആ ഒരു സെറി വുമൺ പാറ്റേണും പൗഡർ ബ്ലൂ ലാവൻഡർ കോമ്പിനേഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. അതേ കളർ പാലറ്റിൽ തന്നെ ആയിരിക്കും ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് എല്ലാ സാരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. പല്ലു ഫുൾ വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. അടുത്ത സാരി നല്ലൊരു ഹാൻഡ് വർക്ക് പാറ്റേണിൽ വരുന്ന സാരിയാണ് കേട്ടോ. സോഫ്റ്റ് സെമി മൂങ്ക സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പ്യോർ മൂങ്ക അല്ല, സെമി ആണ്, പക്ഷെ നല്ലൊരു എലഗൻ ലുക്കിലാണ് സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിലും ഒരു ആന്റീക് ഷെയ്ഡാണ്. നമ്മൾ നാച്ചുറൽ ടെസറിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, എക്സാക്ട് ആ ഒരു ബേജ് ടോണിലാണ് സാരി വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും സാരിക്ക് വരുന്നത്. നല്ലൊരു ഫീലിലും നല്ലൊരു ടെക്സ്ചറിലുമാണ് സാരി വരുന്നത്. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ജൂട്ട് സിൽക്കിലെല്ലാം വരുന്ന ആ ഒരു വൂവൺ പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ് സാരിയുടെ ആ ഒരു സ്മോൾ ചെക്ക് വി പാറ്റേൺസ് പോലുള്ള ഒരു ടെക്സ്ചറിലാണ് സാരി വരുന്നത്. പ്യുവർ മൂങ്കയുടെ അതേ ഫീൽ തന്നെയാണ്, സെമി മൂങ്ക സിൽക്കാണ്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഹാൻഡ് വർക്ക് വരിക. ഈ ഒരു പാറ്റേണിൽ അതൊരു ഡിഫറെന്റ് കളർ പാലറ്റിലായിരിക്കും ആ ഒരു മോട്ടീവ്സ് വരുന്നത് കേട്ടോ. ബോഡിയിൽ വരുമ്പോൾ കണ്ടോ, ബ്ലൂ, റെഡ്, നെക്സ്റ്റ് കളർ വരുന്നത് പീച്ച്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് വരുന്നത്. ഹാൻഡ് വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ബോർഡർ വരുന്നതും ഹാൻഡ് വർക്കിൽ തന്നെ കാന്ത സ്റ്റിച്ചിലും ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ വരുന്നത്. ഒരു ആന്റി ഗോൾഡൻ ബോർഡർ വന്നിട്ട് അതിലൊരു കാന്ത സ്റ്റിച്ചിന്റെ ഒരു മൾട്ടി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടായിരിക്കും കാന്ത വർക്ക് വരുന്നത്. അതിലൊരു സ്വീക്കൻസ് വർക്കും സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട് ബോർഡറിൽ വരുമ്പോൾ. പല്ലു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലിലാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. ഇതായിരിക്കും കേട്ടോ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നമ്മളൊരു പ്യുവർ ദേശി ഡ്രസ് സിൽക്കിന്റെ അതേ ഒരു ഫീലാണ്, ഒരു മൂങ്ക സിൽക്കിന്റെ അതേ ഒരു ഫീലിൽ തന്നെ സാരി വരുന്നത്. മുന്താണി ഹാൻഡ് വർക്ക് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ഇതിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നതും സെയിം ടോണിൽ തന്നെയാണ്. സെയിം ടോണിൽ വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും ബ്ലൗസും വരുന്നത്. ഇതേ പാറ്റേണിൽ കണ്ടോ, ഫുൾ വർക്കിൽ തന്നെയാണ്. ബാക്ക് പോർഷനും കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. സെയിം അതേ പാറ്റേണിൽ തന്നെ നാച്ചുറൽ ടെസർ സിൽക്കിന്റെ അതേ സ്റ്റൈലിൽ തന്നെ വരുന്ന സോഫ്റ്റ് സെമി മൂങ്ക സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആന്റി ഗോൾഡൻ ടോൺ തന്നെ വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് സെയിം പാറ്റേണിൽ തന്നെ കാന്ത വർക്കിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. മുന്താണി ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ. ഇതിന്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയിൽ സെൽഫ് കളറിലായിരുന്നു ഹാൻഡ് വർക്ക് വന്നത്. ഇതിന് വരുമ്പോൾ മെറൂണിലാണ് ആ ഒരു കോൺട്രാസ്റ്റ് ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും. സ്ലീവിലും ബാക്ക് പോർഷനിലും ഫുൾ വർക്ക് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരിയും സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു പ്യുവർ ടെസർ സിൽക്ക് നാച്ചുറൽ ടെസറിന്റെ അതേ ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഹാൻഡ് വർക്ക്. ഡിഫറെന്റ് പാറ്റേണിലാണ്, കോമ്പിനേഷൻസ് മാറി മാറി വരും. റെഡ്, ഒരു റാണി പിങ്ക്, മെറൂൺ, ഈ ഒരു സ്റ്റൈലായിരിക്കും ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് കാന്ത വർക്കിലുള്ള പാറ്റേണിലായിരിക്കും സാരിക്ക് ബോർഡർ വരിക. അതിലൊരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു മുന്താണി വരുമ്പോൾ നല്ലൊരു ബേർഡ് മോട്ടീവ്സിലാട്ടോ. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് പല്ലുവിൽ വരുമ്പോൾ. അത് കഴിഞ്ഞ് വീണ്ടും അതേ കാന്ത സ്റ്റിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഒരു കൊക്കിന്റെ എല്ലാ മോട്ടീവ്സും ആട്ടോ, ഒരു സ്റ്റോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ മെറൂണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫുൾ വർക്കിൽ തന്നെ ബാക്ക് പോർഷനും സ്ലീവും കംപ്ലീറ്റ് വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും സെയിം കളർ പാലറ്റ്, സോഫ്റ്റ് മൂങ്ക ടെസർ സിൽക്കിന്റെ അതേ ഒരു ടെക്സ്ചറിൽ വരുന്ന സാരി തന്നെയാണ്. ഇതിലെയും ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺസ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴും ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും. ബോഡിയിൽ ഒരു ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ ടെക്സ്ചർ. ഞാൻ ഫസ്റ്റ് സാരിയിൽ കാണിച്ചല്ലോ, നല്ലൊരു ഫീലിലാട്ടോ സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് ഹാൻഡ് വർക്കിന്റെ ബോർഡർ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു ഈ ഒരു സ്റ്റൈലിലാണ് മുന്താണിയിൽ വർക്ക് വരുന്നത്. ഹാൻഡ് വർക്ക് പാറ്റേൺസ്. ഇതിനും ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ മെറൂണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫുൾ വർക്ക് പോർഷനും സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും കളർ പാലറ്റ് അത് തന്നെയാണ് വരുന്നത്. നാച്ചുറൽ ടെസറിന്റെ അതേ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ടെക്സ്ചർ മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരി വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും കേട്ടോ. മോട്ടീവ്സ് വരുന്നത് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ബോർഡർ ഇല്ല. ബോർഡർ ഇല്ലാതെ ഈ ഒരു പാറ്റേണിൽ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും കേട്ടോ. ഇത് വരുന്നത് ഒരു മെറൂൺ ഗ്രീനിലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ആണ്. യെല്ലോ മോട്ടീവ്സ് വരുന്നുണ്ട്. ഇഗെയിൻ ബേബി പിങ്ക് ആണ്. ബേബി പിങ്ക് വിത്ത് ഗ്രീൻ ആയിരിക്കും നെക്സ്റ്റ് കോമ്പിനേഷൻ.
ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഒരു സഫയർ ബ്ലൂ, ആ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലായിരിക്കും കോമ്പിനേഷൻസ് വരിക. പല്ലു ഈ ഒരു സ്റ്റൈലാണ് മുന്താണി വരുന്നത്. ഫുൾ വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. കാന്ത വർക്കും ഫ്ലോറൽ ഡിസൈൻസും ഒരു സ്വീക്കൻസ് വർക്കിലും എല്ലാം ആയിരിക്കും മുന്താണി വരുന്നത്. ഇങ്ങനെ വരും സാരി. ബോഡിയും പല്ലും ഈ ഒരു സ്റ്റൈലിൽ വരും. ബ്ലൗസ് അവൈലബിൾ ആണ്, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിലും ഫുൾ വർക്ക് തന്നെയായിട്ട് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ബാക്ക് പോർഷൻ ഫുൾ വർക്ക് വന്നിട്ട് സ്ലീവിലും അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ലാസ്റ്റ് സാരി വരുന്നത് വൈറ്റ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിലോട്ട്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വൈറ്റിൽ ഒരു ഗ്രേ, ബ്രൗൺ ആൻഡ് ഒരു റോസ് ഗോൾഡും കോപ്പറും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന കളർ. ഈ 3 കളർ പാറ്റേണിലാണ് ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്ന സാരിയിൽ. സെയിം അതേ കോമ്പിനേഷനിൽ തന്നെയുള്ള വുവൺ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഫുൾ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ക്ലോസറിൽ. ഫസ്റ്റ് കളർ ഗ്രേ ആണ്. ഗ്രേയിലായിരിക്കും ഒരു ഫ്ലോറൽ മോട്ടീവ്സ്. ദെൻ ഒരു ബ്രൗൺ, കോഫി ബ്രൗൺ, വീണ്ടും ഒരു കോപ്പർ റോസ് ഗോൾഡും കൂടി ബ്ലെൻഡഡ് കോമ്പിനേഷനിലായിരിക്കും അടുത്ത മോട്ടീവ്സ് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ബോർഡറിലും ആ ഒരു ജെറി വുമൺ പാറ്റേൺ ആണ് ഇതാട്ടോ. ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡും കണ്ടോ, അതേ ഫിനിഷിൽ തന്നെയാണ് ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡും വരുന്നത്. ഒരു കോപ്പർ ജെറി, ഗ്രേ ആൻഡ് ബ്രൗൺ, 3 കളറിൽ സെയിം പാറ്റേണിൽ തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും പല്ലുവിൽ വരുമ്പോൾ. ഒരു സ്ക്വയർ മോട്ടീവ്സിലായിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരി. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും പ്ലീറ്റ്സ് വരുമ്പോൾ. അത് കഴിഞ്ഞ് ഫുൾ ചെസ്റ്റ് പോർഷനും മുന്താണിയെല്ലാം ഫുൾ അതേ വർക്കിൽ തന്നെ വരുന്നുണ്ട്. പല്ലു, ബോർഡർ, ബോഡി ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. നല്ല എലഗൻ സ്റ്റൈലിലാട്ടോ ഈ ഒരു വർക്ക് വരുന്നത്. നല്ല മേർജ് ചെയ്തിരിക്കുന്ന പാറ്റേണിലാണ് വരുന്നത്. ഇതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്. സ്ലീവ് കംപ്ലീറ്റ് ഈ ഒരു വർക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ടാവും. ഇങ്ങനെ വരും ബ്ലൗസ്.